ചോദ്യം നമ്പർ 34. കുടിലിൽ നിന്നൊരു പുല്ലാങ്കുഴലാൽ നെടിയ സാമ്രാജ്യം ഒന്നു നീ തീർത്തു, നിജമനോജ്ഞമാം സ്നേഹ സാമ്രാജ്യ പ്രജകളായി ഞങ്ങൾ കപ്പം കൊടുത്തു. പി. ഭാസ്കരന്റെ ഈ വരികൾ ആരെക്കുറിച്ചാണ്? ഉത്തരം ചങ്ങമ്പുഴ. കുടിലിൽ നിന്നൊരു പുല്ലാങ്കുഴലാൽ നെടിയ സാമ്രാജ്യം ഒന്നു നീ തീർത്തു, നിജമനോജ്ഞമാം സ്നേഹ സാമ്രാജ്യ പ്രജകളായി ഞങ്ങൾ കപ്പം കൊടുത്തു. പി. ഭാസ്കരന്റെ ഈ വരികൾ ആരെക്കുറിച്ചാണ്? ചങ്ങമ്പുഴയെക്കുറിച്ച്. ചോദ്യം നമ്പർ 35. നേർച്ചക്കോഴി, കോഴി എന്നീ രചനകൾ ആരുടേതൊക്കെയാണ്? ഉത്തരം ജോൺ എബ്രഹാം, VKN. നേർച്ചക്കോഴി, കോഴി എന്നീ രചനകൾ ആരുടേതൊക്കെയാണ്? ജോൺ എബ്രഹാം, VKN. നേർച്ചക്കോഴി ജോൺ എബ്രഹാമിൻ്റെതും കോഴി VKNൻ്റെയും രചനയാണ്. ചോദ്യം നമ്പർ 36. രചയിതാവിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്തത്? ഉത്തരം നരകവാതിൽ. നരകവാതിൽ ഗ്രേസിയുടെ ചെറുകഥയാണ്. ബാക്കിയുള്ള ആര്യാവർത്തനം, ദേവീഗ്രാമം, റെയിൻഡിയർ എന്നീ കഥകൾ ചന്ദ്രമതിയുടേതാണ്. ചോദ്യം നമ്പർ 37. ജീവിത വിജയം നേടാൻ ദരിദ്രമായ നാട്ടിൻപുറത്തെ ഉപേക്ഷിച്ച് സമ്പന്നമായ നഗരത്തെ ആശ്രയിക്കുക ആരുടെ കഥാപാത്രങ്ങളുടെ രീതിയാണ്? ഉത്തരം MT വാസുദേവൻ നായർ. ജീവിത വിജയം നേടാൻ ദരിദ്രമായ നാട്ടിൻപുറത്തെ ഉപേക്ഷിച്ച് സമ്പന്നമായ നഗരത്തെ ആശ്രയിക്കുക എന്നത് MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളുടെ രീതിയാണ്. ചോദ്യം നമ്പർ 38. ജലമലിനീകരണം, അടിയന്തരാവസ്ഥ എന്നിവ പ്രമേയമായ നോവലുകൾ? ഉത്തരം ആദി, അന്ധകാരനഴി. ജലമലിനീകരണം, അടിയന്തരാവസ്ഥ എന്നിവ പ്രമേയമായ നോവലുകൾ ആദി, അന്ധകാരനഴി. ചോദ്യം നമ്പർ 39. മലയാള ചെറുകഥയുടെ ചരിത്രം എഴുതിയവർ? ഉത്തരം M. അച്യുതൻ, MM ബഷീർ. M. അച്യുതൻ, MM ബഷീർ. ചോദ്യം നമ്പർ 40. തനതു നാടകവേദിക്ക് കാരണമായ അഥന്റിക് നാടക സങ്കല്പം സങ്കേത സംജ്ഞാ രൂപത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത്? M. ഗോവിന്ദൻ. തനതു നാടകവേദിക്കു കാരണമായ അഥന്റിക് നാടക സങ്കല്പം സങ്കേത സംജ്ഞാ രൂപത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് M. ഗോവിന്ദൻ. ചോദ്യം നമ്പർ 41. സ്ത്രീകൾക്കു വേണ്ടി സ്ത്രീ എഴുതി സ്ത്രീകൾ തന്നെ അഭിനയിച്ച ആദ്യ മലയാള നാടകം? ഉത്തരം തൊഴിൽ കേന്ദ്രത്തിലേക്ക്. സ്ത്രീകൾക്കു വേണ്ടി സ്ത്രീ എഴുതി സ്ത്രീകൾ തന്നെ അഭിനയിച്ച ആദ്യ മലയാള നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ചോദ്യം നമ്പർ 42. അനുഷ്ഠാനാംശങ്ങൾ നാടകത്തിൽ സന്നിവേശിപ്പിക്കുന്നതിൻ്റെ തുടക്കം എന്ന് പറയാവുന്ന വസൂരി ഒഴിപ്പിക്കൽ മന്ത്രവാദത്തിൻ്റെ ആഖ്യാനമുള്ള നാടകം? ഉത്തരം മറിയാമ്മ നാടകം. അനുഷ്ഠാനാംശ